കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലുള്ള സാധ്യതാ പട്ടികയെല്ലാം പുറത്തു വന്നതാണ്. അത് വലിയ ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ ഒരു വിജയം അത് തൃശ്ശൂരിൽ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് KPCC സെക്രട്ടറിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായ തൃശ്ശൂരിലെ വലിയ ജനസമ്മതിയുള്ള കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് ഷാജി കോടങ്ങടത്താണ്. ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ടോൾ പ്ലാസ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വലിയ രീതിയിൽ ശ്രദ്ധയാർജിച്ച ഒരു നേതാവ് കൂടിയാണ്. എന്തായാലും ഇത്തവണ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഒക്കെ അറിയാൻ സാധിച്ചത്. ഒല്ലൂർ മണ്ഡലത്തിലാണ് അങ്ങനെ ഒരു സാധ്യത എന്ന്, അതായത് സാധ്യതാ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അതുകൊണ്ട് ഒല്ലൂർ മണ്ഡലത്തിൽ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് എന്താണ് അതിൽ വ്യക്തത വേണം, അത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആളുകൾ വലിയൊരു പ്രതീക്ഷയിൽ കൂടിയാണ്, പ്രത്യേകിച്ചും അങ്ങേ അറിയുന്ന ആളുകൾ. അപ്പോൾ ഇത്തരത്തിലൊരു സാധ്യതാ പട്ടികയിൽ പേര് വന്നു, ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ? പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം, അപ്പോഴാണ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരിക. ജനകീയ വിഷയങ്ങളും നമ്മൾ ഒല്ലൂർ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജനകീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളായതുകൊണ്ട് പാർട്ടിയുടെ സാധ്യതാ പട്ടികയിലുണ്ട്. പിന്നെ പാർട്ടി പ്രവർത്തനം ജനങ്ങളായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട് ഒല്ലൂർ. അപ്പോൾ അതുകൊണ്ട് പാർട്ടി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചോ UDFനെ സംബന്ധിച്ചോ തൃശ്ശൂർ ജില്ല ഈ പ്രാവശ്യം വലിയ അത്ഭുതങ്ങളുണ്ടാവും, ഒരു സംശയമില്ല. തൃശ്ശൂർ ജില്ലയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം ഈ പ്രാവശ്യം UDFന് തൃശ്ശൂർ ജില്ലയിലുണ്ടാവും. പാർട്ടി സംവിധാനം വളരെ ശക്തമായ രീതിയിലാണ് പോകുന്നത്. മാത്രമല്ല ത്രിതല പഞ്ചായത്തിലെ ജനങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. തൃശ്ശൂർ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി, ചാലക്കുടി മുനിസിപ്പാലിറ്റി അടക്കം പല മേഖലകളിലും ശക്തമായ തിരിച്ചുവരവ് കോൺഗ്രസ്സിന് നടത്താൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒല്ലൂർ മേഖലയിലാണെങ്കിൽ പുത്തൂർ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു, പാണഞ്ചേരി പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. നടത്തറ പഞ്ചായത്ത് ഒരു സീറ്റിൻ്റെ നഷ്ടത്തിലാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഒല്ലൂരുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ ഡിവിഷനുകളൊക്കെ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒല്ലൂരായാലും തൃശ്ശൂർ ജില്ലയിലായാലും വലിയ തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തവണ പ്രധാന നേതാക്കളെയൊക്കെ കളത്തിലിറക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ടോ? അല്ല, ജനസമ്മതിയാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിജയസാധ്യത. ജനസമ്മതി മാത്രം നോക്കിയിട്ടാണ് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാവുക. അതുകൊണ്ട് ആർക്കാണ് വിജയസാധ്യത കൂടുതൽ, ആർക്കാണ് ജനസമ്മതി കൂടുതൽ, ആരാണ് കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, ജനങ്ങളുമായി ആത്മബന്ധമുള്ള നേതാക്കളെയാണ് UDFും കോൺഗ്രസ് ഈ പ്രാവശ്യം രംഗത്തിറക്കുക. ഷാജിയുടെ സ്വാഭാവികമായിട്ട് അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ജനകീയ വിഷയങ്ങളിലുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് ടോൾ പ്ലാസ വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലുള്ള ഇടപെടൽ, അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വളരെ ഗുണമായി പ്രതിഫലിക്കുന്നതാണോ തോന്നുന്നത്? അല്ലെങ്കിൽ ജനസമ്മതി എത്രത്തോളം ഉണ്ടാവും? തീർച്ചയായിട്ടും. എന്താണ്, ജനങ്ങൾ പഴയ പോലെയല്ല. ജനങ്ങൾ മൊബൈലിൽ കൂടെ അതുപോലെ മറ്റ് നവമാധ്യമങ്ങളിലൂടെ ഒക്കെ എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് ജനകീയ വിഷയങ്ങൾ എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടപെടാൻ സാധിച്ചു. ഒല്ലൂർ നിയോജകമണ്ഡലം സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കോടതി പാലം മറ്റേ ഈ കൊണ്ടുവരാൻ സാധിച്ചത്, പട്ടംകുഴിയിലെ കോടതി പാലം കൊണ്ടുവരാൻ സാധിച്ചത് കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ്. അതുപോലെ മണലിപ്പുഴയിൽ ആദ്യത്തെ ചെക്ക് ഡാം കൊണ്ടുവരുന്നത്, പട്ടംകുഴി ചെക്ക് ഡാം. അതുപോലെ അവിടെ ഫുട്ബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, ജനകീയമായ ടർഫ് ഫുട്ബോൾ കോർട്ട് ആദ്യമായിട്ടാണ് അത് പീച്ചിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അതുപോലെ തന്നെ KFRയുടെ അടിയിലത്തെ ഭൂഗർഭ കേബിള്, അതുപോലെ മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ കുതിരാൻ തുറക്കാൻ തന്നെ നമ്മളാണ് അതിന് മുൻകൈ എടുത്തത്. കോടതിയിലെ ഇടപെടലാണ്. തന്നെയല്ല, അവിടെ സുരക്ഷാ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിച്ചതും ഒക്കെ കോടതി ഇടപെടലാണ്. മാത്രമല്ല ഇപ്പോഴും മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ ടോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയിൽ കേസ് നിൽക്കുക. അതുപോലെ പാലിയേക്കര ടോൾ പ്ലാസ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടോള് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെട്ട് നിർത്തിയത് പാലിയേക്കരയാണ്. 73 ദിവസം നിർത്തി. അതൊക്കെ ചരിത്ര വിജയമാണ്. അതുപോലെ തന്നെ നടത്തറ പഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റ്, തൃശ്ശൂർ ജില്ലയിലെ മാലിന്യ പ്ലാന്റ് അവിടെ തോക്കാട്ടുകര കൊണ്ടുവരാനപ്പോൾ നമ്മൾ വലിയ സമരം നടത്തി കോടതിയെ ഇടപെട്ടിട്ടാണ് ആ മാലിന്യ പ്ലാന്റ് മാറ്റാൻ സാധിച്ചത്. പുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ചുള്ളിക്കാവ് ചിറയുടെ ഇപ്പം നവീകരണവുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിച്ചു. മാത്രമല്ല വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ നമ്മൾ ഒപ്പിക്കൊടുത്തു. പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയം ഇനിയും 8000 JVR കഴിഞ്ഞ പട്ടയാപേക്ഷകളുണ്ട്. അതുപോലെ തന്നെ 10000 JVR കഴിയാത്ത പട്ടയാപേക്ഷകരുണ്ട്. ഇതുവരെ ഒരു തൃശ്ശൂരിനൊരു സ്പെഷ്യൽ ഓഫീസറെ പോലും വയ്ക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ വാർത്തയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് റീലുകൾക്ക് വേണ്ടിയും ഈ മറ്റേ സ്ഥിരമായി പട്ടയം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തുന്ന ആളുകളുണ്ട്.
അങ്ങനെയുള്ള ഇതിനെയൊക്കെ നമുക്ക് മുന്നോടിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കലക്ടറെ ബന്ദിയാക്കി എന്ന് പറഞ്ഞിട്ട് ഈ പട്ടയ സമരക്കാർക്കെതിരെ കള്ളക്കേസ് എടുത്തു. 64 പേർക്കെതിരെ കേസെടുത്തു. ആ കേസ് നമുക്ക് വെറുതെ വിടാൻ സാധിച്ചു. അങ്ങനെ മലയോര കർഷകർക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 10 വർഷം ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പാഴായി പോയ 10 വർഷമാണ്. എന്താ കാരണം വെച്ചാൽ അവിടെ പീച്ചി ഡാമിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷത കൂടിയ ഒരു സ്ഥലത്ത് പോലും ഹാങ്ങിങ് ഫെൻസ് ഉണ്ടാകാൻ പറ്റും. ഈ പീച്ചിലും ഒല്ലൂരൊക്കെ വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ മന്ത്രി രാജനും അതുപോലെ തന്നെ അവിടുത്തെ CPM-ന്റെ പ്രവർത്തകരൊക്കെ പറയുന്നത്. അപ്പോൾ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും അത് ഒരു വികസനം ഒല്ലൂർ കൊണ്ടുവരാൻ സാധിച്ചില്ല. 10 വർഷം ഒല്ലൂരിൻ്റെ പാഴായ 10 വർഷങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് റീസർവേയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങിയത് 364 കോടി രൂപ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. ആ അഴിമതിയെ സംബന്ധിച്ച് പിണറായി സർക്കാരിൻ്റെ തന്നെ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ എല്ലാ പത്രങ്ങൾക്കും കൊടുത്തിരുന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട്. 129 കോടി രൂപ ടെൻഡർ പരസ്യം കൊടുത്തിട്ട് 364 കോടി രൂപ ഉപകരണങ്ങൾ വാങ്ങി. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണം നടത്താതെ തുടർന്ന് ഹൈക്കോടതിയിൽ ഇടപെട്ട് ഹൈക്കോടതി 3 ആഴ്ചക്കുള്ളിൽ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. ഇതിന് ഇതുവരെ മന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ്. പിന്നെ ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പീച്ചി ഡാമിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കണം. വളരെ ദയനീയ അവസ്ഥയാണ്. 35 കോടി രൂപയ്ക്ക് അവിടെ ബനാന ഹണി പാർക്കിന് കെട്ടിടം പണിതു. ഉപകരണങ്ങൾ വാങ്ങി ഇതുവരെ പ്രവർത്തിക്കാൻ പറ്റിയില്ല. 3 സ്കൂൾ ഗ്രൗണ്ടുകൾ ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഉദ്ഘാടനം നടത്തി. അതുപോലെ തന്നെ വന്യമൃഗശല്യം 2 ആളെയാണ് പാണഞ്ചേരിയിൽ ആന കുത്തി കൊന്നത്. അവിടെ ഹാങ്ങിങ് ഫെൻസ് ഇതുവരെ സ്ഥാപിക്കാൻ പറ്റിയില്ല. പട്ടയത്തിന് സ്പെഷ്യൽ ഓഫീസർ വയ്ക്കാൻ പറ്റില്ല. ഇനി 8000 JVR കഴിയാത്ത പട്ടയമുണ്ട്. 10000 സാധാരണ അപേക്ഷകർ പെൻഡിങ് ആണ്. അതുപോലെ തന്നെ നെടുപുഴയെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈ ഓവറിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. നെടുപുഴ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. പുത്തൂർ കായൽ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് പുത്തൂർ കായൽ. ഒരു രൂപ വെച്ചിട്ടില്ല ഇതുവരെ. ഷാജേട്ടാ, അതിലെ മറ്റൊരു കാര്യം കൂടി, ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഈ CPM വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അത് നോക്കി കാണേണ്ടല്ലേ? കാരണം പത്മജയെ പോലുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ളൊരു സൂചനയാണ്. മാത്രമല്ല സുരേഷ് ഗോപി ഗുരുവായൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് മാറ്റുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ BJP-യുടെ ഒരു മുന്നേറ്റത്തെ അത് എങ്ങനെയാണ് കാണുന്നത്? അതിൽ ആശങ്കയുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? തൃശ്ശൂർ ജില്ലയിലെ സുരേഷ് ഗോപി വലിയ പരാജയമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വലിയ പരാജയമാണെന്ന്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് ഒരു കാര്യത്തിൽ പോലും ഇടപെടാൻ പറ്റിയിട്ടില്ല. ആ ടോൾ പ്ലാസ വിഷയത്തിൽ പോലും അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു വ്യവസായമോ ഒരു 10 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. എന്തിനേറെ പറയുന്ന എയിംസ് പോലും കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തൊരു മന്ത്രിയാണ്. അപ്പം അദ്ദേഹം വൻ പരാജയമാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടു. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പവർക്ക് വാട്ടർലൂ ആയിരിക്കും. ഒരു രീതിയിലും BJP-ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും ഒരു മണ്ഡലത്തിലും പോകാൻ പറ്റില്ല. പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ 2 തവണ UDF പരീക്ഷിച്ച് ജനങ്ങൾ തിരസ്കരിച്ച ആളെ വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ ജനങ്ങൾ ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യില്ല. ഒരു സംശയമില്ല, BJP-ക്ക് കനത്ത പരാജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. സ്ഥാനാർത്ഥിത്വത്തിന് വലിയ രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സാധ്യതാ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? സ്ഥാനാർത്ഥിത്വ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. UDF-ഉം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പരിഗണനാ ലിസ്റ്റിലുണ്ട്. അത് ജനപ്രിയതയും അതുപോലെ ജനക്ഷേമകരമായ പരിപാടിയും വിജയസാധ്യതയും നോക്കിയിട്ടാണ് പാർട്ടി പ്രഖ്യാപിക്കുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയൊരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നമ്മോട് പങ്കുവച്ചത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് തൃശ്ശൂരിലുണ്ടാക്കിയ നേട്ടം, പ്രത്യേകിച്ചും കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുകയൊക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള നേട്ടം ഇനി നിയമസഭയിലും ഉണ്ടാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് തൃശ്ശൂരിൽ പങ്കുവെക്കുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.